ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരം മാത്രമാണ്. അതായത് ബസ് റൂട്ടിൽ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശം രണ്ട് സൈഡിലും രണ്ട് ഭാഗങ്ങളിലും നല്ല വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്തും അതെ, രണ്ട് ഭാഗങ്ങളിലും നല്ല വീതി കൂടിയ ടാറിംഗ് റോഡാണ് കൊടുത്തിട്ടുള്ളത്. വീടിനോട് ചേർന്ന് അടുത്ത് തന്നെ ധാരാളം പുതിയ വീടുകളും അതുപോലെ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീടുകളും, അങ്ങനെ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഒരു വില്ല എന്ന് തന്നെ പറയാം. ഇത്ര നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നാല് 400 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 9 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതുപോലെ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരം. നമ്മുടെ ഈ ഏരിയയിൽ രണ്ട് സൈഡിലും അപ്പുറം ഇപ്പുറം നല്ല അടിപൊളി വലിയ വലിയ വീടുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 1-2 വീടുകൾ ഓൾറെഡി സെയിലായിട്ടുള്ളതാണ്. ഒരു സ്റ്റാൻഡേർഡ് ഏരിയ തന്നെയാണ്. മണ്ണുത്തിയോട് തൊട്ട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വീതി കൂടിയ സ്ലൈഡിംഗ് ഗേറ്റാണ് മുൻവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഗേറ്റിൻ്റെ ഉൾവശത്തായിട്ട് വുഡ് ഡിസൈനുള്ള വർക്കുകൾ മാത്രമാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളതായിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വീടിന് വീതി കൂടിയ നമ്മുടെ ഇന്നോവ പോലുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ മുൻവശത്തായിട്ട് ഈ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലും 2 ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് നമ്മുടെ മുൻവശത്തായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. നല്ല രീതിയിലുള്ള ടച്ച് വർക്കുകളും വാം ലൈറ്റുകളും മനോഹരമായ കളർ പെയിൻറ്റിങ്ങും ഈ വീടിന് കൂടുതൽ ഭംഗി കൂട്ടുന്നുണ്ട്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഡോറ് പാളി തേക്ക് വുഡിലാണ് ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്ന ലിവിംഗ് ഹാൾ. ഇവിടെയും നല്ല വീതി കൂടിയ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അടിപൊളി ഒരു TV യൂണിറ്റ്, അത് മൾട്ടിവുഡിൽ. അതുപോലെ നല്ല വാം ലൈറ്റോട് കൂടി തന്നെയാണ് ഇവിടെ TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മനോഹരമായ രീതിയിലുള്ള ഹാങ്ങിങ് ബൾബുകളും LED ബൾബുകളും ഹോൾ സീലിംഗ് വർക്കും നല്ല ഒരു വെറൈറ്റി ഡിസൈനിൽ തന്നെയാണ് ഇവിടെ ഈ വീട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വെറും 200 മീറ്റർ മാത്രം ദൂരമാണ് നമുക്ക് ബസ് റൂട്ടിലേക്കായിട്ട് ഇവിടെ നിന്നുള്ളത്. ഈ ലിവിംഗ് ഹാളിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും നല്ലൊരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ലിവിംഗ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. നല്ലൊരു സ്പേസോട് കൂടി തന്നെ ഡൈനിങ് ഹാളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിനോട് ചേർത്തിട്ട് ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർത്തിട്ട് മിററും ഫാൻസി ബൾബുകളും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീതി കൂടിയ ടൈല് തന്നെയാണ് ഒരു യൂണിഫോം മോഡൽ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സീലിംഗിൽ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. അലമാരി വർക്കാണ്. അതും ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി ഒരു സൈഡിൽ മിററും ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ഷെയ്ഡിലുള്ള ഒരു UV ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം.
സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ഡൈനിങ് ഹാളിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വീതി കൂടിയ ടൈല് തന്നെയാണ്, അതും അപ്പോക്സിയോട് കൂടി തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി തന്നെ ഇവിടെയും അലമാരി വർക്കുകൾ നല്ല ഭംഗി, നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് ഇവിടെ എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റും എല്ലാം തന്നെ എല്ലാ ബാത്റൂമുകളും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിന് ഒരു സൈഡിൽ ഗ്ലാസ് ഡോറോട് കൂടി നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ ഒരു ആഷ് ടൈലാണ് ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ധാരാളം കബോർഡ് വർക്കുകളും കിച്ചണിലും കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിട്ടിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഒരു സ്പേസ്, ഡോറില്ലാതെ കിച്ചണിലേക്ക് ഓപ്പണായിട്ട് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നു. ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് കാണാം. പൈപ്പോട് കണക്ഷനും വാഷ് ഏരിയയൊക്കെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. വർക്ക് ഏരിയയിൽ നമ്മൾ പുറത്തേക്ക് കിടക്കും. ബാക്ക് സൈഡിലൊക്കെ ബേബി മെറ്റലൊക്കെ എല്ലാം വിരിച്ച് നല്ല ഭംഗിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്. അതുപോലെ ഒരു ജലസംഭരണി എന്ന നിലയിലൊരു ടാങ്കും ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറം സൈഡിൽ വർക്ക് നടക്കുന്ന ഭാഗമാണ് ബാക്ക് സൈഡിൽ സൈഡ് വശം. ഈ സമയത്ത് പോലും ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത്. അതുപോലെ പ്രളയകാലത്ത് വെള്ളം കയറാത്ത ഒരു ഭാഗം കൂടിയാണ്. നാല് 400 സെൻറ്റ് സ്ഥലം, അതായത് 5 സെൻറ്റ് തകിയില്ല. 400 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റ് ആണ്. 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു യു ഷേപ്പിലാണ് ഇവിടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ലാൻഡിങ്ങിൻ്റെ ഒരു ഭാഗം കൂടിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാം, നമുക്ക് മുകൾ വശത്തെ ചെറിയൊരു ഹാളും ഇവിടെ കാണാം. ഒരു യു ഷേപ്പിലാണ് ഇവിടെ ഈ സ്റ്റെയർ ഇവിടെ നല്ല മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് പർഗോളയും സൈഡിൽ ഗ്ലാസ് ഡോറോട് കൂടി കൊടുത്തിരിക്കുന്നു. മുകൾ വശത്തെ ബെഡ്റൂം, മൂന്നാമത്തെ ബെഡ്റൂം. ഒരു 12 സൈസ് ബെഡ്റൂമാണ് ഇവിടെ ഈ ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 14 സൈസും 14 സൈസും അങ്ങനെ അളവുകളൊക്കെ നല്ല രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വീതി കൂടിയ ബെഡ്റൂമുകൾ തന്നെയാണ്. അതുപോലെ എല്ലാ ബെഡ്റൂമിലും അലമാരി വർക്ക് ഡ്രസ്സിംഗ് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിലെല്ലാം LED ബൾബ് കൊടുത്തിരിക്കുന്നു. 4 ബെഡ്റൂമുകളും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. ഗ്യാരൻറ്റിയോട് കൂടിയുള്ള മെറ്റീരിയൽ ഫിറ്റിങ്സ് ആണ് ബാത്റൂമിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാത്തരം കമ്പനിയുടെ, അതായത് സെറ എന്ന കമ്പനിയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാലാമത്തെ
ബെഡ്റൂം. നല്ല വീതി കൂടിയ ഒരു ബെഡ്റൂമാണിത്. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വിൻഡോസും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് അലമാരി വർക്ക് കൊടുത്തിരിക്കും. 2 പാളി ഡോറോട് കൂടിയുള്ള അലമാരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. വീതി കൂടിയിട്ടായിട്ട് തന്നെയാണ് ഇവിടെ വാട്ടയിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതും അപ്പോക്സിയോട് കൂടി തന്നെ നല്ല സ്റ്റൈലിൽ തന്നെയാണ് എല്ലാ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 4ാമത്തെ ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന സിറ്റ് ഔട്ടിലേക്ക്, ഓപ്പൺ ബാൽക്കണിയിലേക്ക് കിടക്കുന്ന ഡോറ് കൊടുത്തിരിക്കും. 4-5 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ ബാൽക്കണിയിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ടഫൻ ചെയ്ത ഗ്ലാസ്സാണ്, ഫുൾ ലെങ്ത് ഗ്ലാസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളും വർക്ക് കഴിഞ്ഞിട്ടുള്ള വീടുകളും അങ്ങനെ 9-10 വീടുകളുമാണ് ഈ വില്ലകളിലെ വീട് വരുന്നത്. ഇതിൽ സെയിൽ ആയിട്ടുള്ള വീടുകളും ഉണ്ട്. ബാക്ക് സൈഡിൽ ഓപ്പൺ ടെറസാണ്. ഓപ്പൺ ടെറസിൻ്റെ സൈഡിൽ ഡോറൊക്കെ വെച്ച് ഇവിടേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് സൺസൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ വാഷിംഗ് മെഷീനുള്ള പോയിന്റും ഇവിടെ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്തും ഉണ്ട്, മുകൾ ഭാഗത്തും ഉണ്ട്. 2 സൈഡിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. 2 ഓപ്പൺ ടെറസാണ് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലും ഒരു ഓപ്പൺ ടെറസ്, 2 സൈഡിലും ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലുള്ള വീടിൻ്റെ വ്യൂസുകളാണ് കാണുന്നത്. ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റെയറാണ് ഒരു സൈഡിലായിട്ട് ഒതുക്കി മുകൾ വശത്തേക്ക് കൊടുത്തിട്ടുണ്ട്. കയറുന്ന രീതിയിൽ സ്റ്റാൻഡിലാണ് ഇവിടെ വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ നല്ലോണം ഫോഴ്സ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. $400 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. വില നമുക്ക് നേരിട്ടിരുന്ന് നെഗോഷിയേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 9 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതുപോലെ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരം, തൃശ്ശൂരിൽ നിന്ന് വെറും 200 മീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് ആയിട്ടുള്ളത്. അതുപോലെ ചർച്ച്, ടെമ്പിൾ, മസ്ജിദ് എല്ലാം ഒരു 600 മീറ്റർ ചുറ്റളവ് തന്നെ എല്ലാം ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് എല്ലാം തന്നെ തൊട്ടടുത്ത് തന്നെയുണ്ട്. സ്കൂളുകളായാലും അധികം ദൂരമില്ല. വാസ്തുവിധി പ്രകാരം തന്നെയാണ് വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീടിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.